Hi dears, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇപ്പം നമുക്ക് നോമ്പുമാണ്, അതുപോലെ നല്ല ചൂടുമാണ്. അപ്പോൾ ഈ ഒരു ചൂടത്തും അതുപോലെ നോമ്പിനൊക്കെ കുടിക്കാൻ പറ്റിയ നല്ല സൂപ്പർ ഡ്രിങ്കാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിതിങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഈന്തപ്പഴമാണ് കേട്ടോ. ഈന്തപ്പഴം ഞാനൊരു 10-15 മിനിറ്റോളം ചൂടുള്ള വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അടിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അടിഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കുരു ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ഈന്തപ്പഴത്തിൽ ധാരാളം അയൺ അടങ്ങിയതുകൊണ്ട് നമുക്ക് ശരീരത്തിൽ വിളർച്ച കുറയാനും അതുപോലെ ക്ഷീണം കുറയാനും ഒക്കെ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ ധാരാളം കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഈന്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വെറും വയറ്റിൽ നിങ്ങൾ ഈന്തപ്പഴം ഒന്ന് കഴിച്ച് നോക്കൂ, വളരെ നല്ലതാണ് കേട്ടോ. നമുക്കൊരു ഊർജ്ജം കിട്ടുന്നത് പോലെ തോന്നും. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നമുക്ക് ക്യാരറ്റാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 2 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ജ്യൂസിൻ്റെ അളവ് അനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ധാരാളം വൈറ്റമിൻസും ഫൈബറും അതുപോലെ തന്നെ പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള പോഷകങ്ങളുടെ ഒരു കലവറയാണ് ക്യാരറ്റ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ ക്യാരറ്റ് ദിവസേന കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന്. ക്യാരറ്റ് നമ്മൾ ജ്യൂസാക്കി കഴിക്കുന്നത് നമ്മളുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനും ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ക്യാരറ്റൊക്കെ തൊലി കളഞ്ഞെടുത്തിട്ട് ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലിട്ട് ഒരൊറ്റ വിസിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് പച്ചയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ അടിച്ചെടുക്കാം കേട്ടോ, അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ഞാനിതൊരൊറ്റ വിസിലൊന്ന് വരുത്തിയിട്ട് അതിൻ്റെ ആ ഒരു പച്ചച്ചുവ മാറിയിട്ടാണ് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനെ ഒരൊറ്റ വിസിലൊന്ന് വരുത്തിയെടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുരുവൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ ആ ഒരു ഈന്തപ്പഴത്തിലേക്ക് ഞാനൊരു 8 ബദാം ഒന്ന് കുതിർത്തി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ബദാമിൻ്റെ ഒരു ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ എല്ലിനും നമ്മുടെ ആരോഗ്യത്തിനും എല്ലാം നല്ലതാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ബദാമും ഈന്തപ്പഴവും മിക്സിയുടെ ജാറിലേക്ക് ആ കുതിർത്തെടുത്ത വെള്ളത്തോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്യാരറ്റ് ഒന്ന് വെന്തതിന് ശേഷം അതിൻ്റെ അതേ വെള്ളത്തോടെ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് 1 കപ്പ് അളവിൽ പാലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിനുള്ള ഇതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിനെ നമ്മൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം ഇതിൽ വേറെ പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിതിനെ അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഈ നോമ്പിനും ഈ ചൂടിനൊക്കെ ദിവസേന കഴിക്കണം. നമ്മളുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ് ഇതുപോലൊരു ഡ്രിങ്ക് നമ്മൾ ഈ ഒരു നോമ്പിന് കഴിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിതിൽ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു മധുരം അതുപോലെ ക്യാരറ്റും ചെറിയൊരു മധുരം ഉള്ളതല്ലേ. അപ്പോൾ ഈ ഒരു ഹെൽത്തി ജ്യൂസ് ആയതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ദിവസേന ഇതൊരു ഗ്ലാസ് കഴിക്കുന്നത് ശീലമാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് ബദാമോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മാത്രമല്ല ദിവസേന ഇത് ശീലമാക്കുകയും ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ ഓൾ ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതിയ വീഡിയോയുമായി നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.